ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു കുമ്പളങ്ങ മോരുകറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുമ്പളങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു മോരുകറി ഉണ്ടെങ്കിൽ നമുക്ക് ഊണിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഊണ് കഴിക്കാൻ നല്ല രുചിയുള്ള ഈ ഒരു കുമ്പളങ്ങ മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. മോരുകറി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത കുമ്പളങ്ങ 350 ഗ്രാം അളവിലുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി വളരെ ചെറിയൊരളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകൂട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുമ്പളങ്ങ വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കുമ്പളങ്ങ പാകത്തിന് വെന്ത് കിട്ടും. കുമ്പളങ്ങ ഇവിടെ വെന്ത് വരട്ടെ. ഈ ഒരു ടൈമിൽ മോരുകറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ കുമ്പളങ്ങ വേവാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുമ്പളങ്ങ ഓവറായിട്ട് വെന്ത് ഉടഞ്ഞു പോകാതെ വേണം കുക്ക് ചെയ്തെടുക്കേണ്ടത്. കുമ്പളങ്ങ ഇവിടെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്ത അരപ്പിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറി വരണം. അതിനു വേണ്ടിയിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. അരപ്പിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലെ കട്ടകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള തൈരാണ്. കറിക്ക് വേണ്ടിയിട്ട് അല്പം പുളിയുള്ള തൈര് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി ഈ തൈര് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അരപ്പിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകൂട്ടോ. ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയ ഉള്ളി ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ചെറിയ ഉള്ളിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 5 ചെറിയ ഉള്ളിയാണ് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 5 ഉണക്കമുളകാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇളക്കി കൊടുത്ത് ഉണക്കമുളകും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുമ്പളങ്ങ മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയേ വേണ്ടൂ. താളിച്ച് ചേർത്തതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം കറിയിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്ക് കറി അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി നമുക്കിതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഊണ് കഴിക്കാൻ നല്ല രുചിയുള്ള കുമ്പളങ്ങ ചേർത്ത മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുമ്പളങ്ങ മോരുകറി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം.
ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.